യുഎസിന്റെ അധിക തീരുവ സൃഷ്ടിച്ച് പ്രതിസന്ധി മറികടക്കാൻ 40 രാജ്യങ്ങളിൽ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയം. UK, ജപ്പാൻ, ദക്ഷിണ കൊറിയ, സ്പെയിൻ, UAE, ഓസ്ട്രേലിയ, പോളണ്ട്, കാനഡ, ബെൽജിയം, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യൻ വസ്ത്ര വൈവിധ്യത്തെക്കുറിച്ച് പ്രചാരണം നടത്താനാണ് തീരുമാനം. അമേരിക്കയുടെ 50% തീരുവ ഏറ്റവും അധികം പ്രതിസന്ധി സൃഷ്ടിക്കുന്ന മേഖലകളിൽ ഒന്നാണ് വസ്ത്ര വ്യവസായം. തീരുവ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ തിരുപ്പൂർ, നോയിഡ, സൂറത്ത് എന്നിവിടങ്ങളിലെ വസ്ത്ര പാദരക്ഷാ നിർമ്മാണ കേന്ദ്രങ്ങൾ പലതും ഉൽപാദനം നിർത്തുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. വിയറ്റ്നാം, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ തുണിത്തരങ്ങൾ ലഭിക്കുന്നതിനാൽ ഇന്ത്യൻ നിർമ്മാതാക്കൾക്ക് ഇവരോട് പിടിച്ചു നിൽക്കാൻ പ്രയാസമായി മാറിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് 40 വിപണികൾ കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യ നിലവിൽ 220-ലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന 40 രാജ്യങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇവരെല്ലാം ചേർന്ന് $590 ബില്യൺ രൂപയുടെ ഇറക്കുമതിയാണ് നടത്തുന്നത്. എന്നാൽ ഇന്ത്യയുടെ വിഹിതം 5 മുതൽ 6% മാത്രമാണ്. ഓഗസ്റ്റ് 27-ന് പ്രാബല്യത്തിൽ വന്ന പുതിയ US താരിഫ് $48 ബില്യൺ മൂല്യമുള്ള ഇന്ത്യൻ കയറ്റുമതിയെ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുണിത്തരങ്ങളും വസ്ത്രങ്ങളും രത്നങ്ങളും ആഭരണങ്ങളും ചെമ്മീൻ, തുകൽ, പാദരക്ഷകൾ, മൃഗ ഉൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ യന്ത്രങ്ങൾ എന്നിവയും അധിക തീരുവ ബാധിക്കും.